മാസങ്ങൾക്ക് മുമ്പ് ഗവർണറായി ചാർജ് എടുത്തപ്പോഴോ മറ്റോ ആണോ, അതോ ചാർജ് എടുക്കുന്നതിന് തൊട്ട് മുമ്പോ, ബംഗാൾ ഗവർണറായിരുന്ന സി വി ആനന്ദബോസ്, ഡോക്ടർ സി വി ആനന്ദബോസ് മന്നത്താചാര്യൻ്റെ പിന്നെ സമാധിയിൽ പുഷ്പചക്രം അർപ്പിക്കാനായിട്ട്, പുഷ്പങ്ങൾ അർപ്പിക്കാനായിട്ട് പെരുന്നയിൽ ചെന്നു. പെരുന്നയിലെ പോപ്പിൻ്റെ അനുവാദം കിട്ടാത്തത് കൊണ്ട്, സുകുമാരനാരുടെ അനുവാദം കിട്ടാത്തതുകൊണ്ട് വെളിയിൽ നിന്നിട്ട് ആ കാറിൽ തന്നെ കയറിപ്പോയി എന്ന് പറഞ്ഞൊരു പരാതി ഡൽഹിയിലെ നായർ സർവീസ് സൊസൈറ്റിയുടെ യോഗത്തിൽ വളരെ പച്ചയ്ക്ക് പരസ്യമായി ആനന്ദബോസ് പറഞ്ഞു, സി വി ആനന്ദബോസ്. അത് വളരെ എലൈറ്റ് ആയിട്ടുള്ളൊരു സദസ്സായിരുന്നു. കാരണം എലൈറ്റ് മീൻസ് വലിയ പൈസയൊക്കെ മുടക്കി വളരെ വലിയ ആഡിറ്റോറിയം, ഡൽഹിയിലല്ലേ, വലിയ പരിപാടിയായിട്ട് നടന്ന ഡൽഹി യൂണിറ്റ് നായർ സർവീസ് സൊസൈറ്റിയുടെ സംവിധാനമാണ്. പക്ഷേ അവരും ഈ പെരുന്ന പോപ്പിനെ അവർ അംഗീകരിക്കുന്നില്ല. അവരും NSS ആണ്, പക്ഷേ ചിലപ്പോൾ ഇതിൻ്റെ കരയോഗമൊക്കെ ആയിരിക്കും. പക്ഷേ പോപ്പിനെ അവർ സീരിയസ് ആയിട്ട് അംഗീകരിക്കുന്നില്ല. അങ്ങനെ അംഗീകരിക്കാത്ത ഒത്തിരി പേരുണ്ട്. സുകുമാരൻ നായരുടെ നേതൃത്വത്തെ അംഗീകരിക്കാത്ത ഒരുപാട് NSS കരയോഗങ്ങളുണ്ട്. അവർ കരയോഗമായിട്ട് നിൽക്കുന്നു, പക്ഷേ ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള NSS കരയോഗത്തിൻ്റെ ഡൽഹി മീറ്റിങ്ങിൽ ചെന്ന് ആനന്ദബോസ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞു, അത് ചുമ്മാ പറയുന്നതാണ്, ഇവിടെയൊന്നും ആരും വന്നൊന്നുമില്ല, എന്നെ ആരും വിളിച്ചില്ല എന്ന് പറഞ്ഞു. ഇതിലാരാണ് കള്ളം പറയുന്നറിയില്ല. അതല്ല നമ്മുടെ വിഷയം. ആ ഡൽഹിയിലെ യോഗത്തിൽ വെച്ച് സി വി ആനന്ദബോസ് പറഞ്ഞു, എന്തുകൊണ്ട് ഡൽഹിയിൽ മന്നത്ത് പത്മനാഭൻ്റെ ആചാര്യൻ്റെ ഒരു സ്മൃതി മണ്ഡപം ഉണ്ടാക്കിക്കൂടാ, ഒരു ഹാളും സ്മൃതി മണ്ഡപവും പ്രാർത്ഥനാലയവും എല്ലാം കൂടി ഉണ്ടാക്കിക്കൂടാന്ന് ചോദിച്ചു. പക്ഷെ നോക്കൂ, വളരെ ഡൽഹി പോലൊരു മെട്രോപൊളിറ്റൻ കോസ്മോപൊളിറ്റൻ സിറ്റിയിൽ സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ദുർഘടമാണ്. പക്ഷേ അവിടെ നേരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് സ്ഥലം കിട്ടുന്നു. അവിടെ 6 മാസത്തിനകം NSSൻ്റെ നായർ സൊസൈറ്റിയുടെ ആചാര്യനായിട്ടുള്ള മന്നത്ത് പത്മനാഭൻ അവരുടെ സ്മൃതി മണ്ഡപവും ഹാളും ഓഡിറ്റോറിയവും ഒക്കെ വരുന്നു. അതിന് ഇങ്ങനെ ചെയ്താൽ തൻ്റെ ആദ്യ ശമ്പളം, ഒരു മാസത്തെ ആദ്യ ശമ്പളം അതിന് സംഭാവന ചെയ്യുന്നത് താനായിരിക്കുമെന്ന് സി വി ആനന്ദബോസ് പറയുകയും ചെയ്തു തന്നു. ഇപ്പോൾ ഇനി ശമ്പളം കൊടുക്കുമായിരിക്കും. ഒരു മാസത്തെ ഗവർണറുടെ ശമ്പളം നല്ല ശമ്പളമുണ്ട്, അത് കൊടുക്കുമായിരിക്കും. ബാക്കി പണം ഡൽഹി ആയതുകൊണ്ട് അവർക്ക് നല്ല മുതലാളിമാരൊക്കെ അതിനകത്തുണ്ട്, അവർക്ക് നന്നായി കളക്ട് ചെയ്യാൻ പറ്റും. 6 മാസത്തിനകത്ത് ഡൽഹിയിൽ NSSൻ്റെ നായർ സൊസൈറ്റിയുടെ ആചാര്യനായ മന്നത്ത് പത്മനാഭൻ്റെ സ്മൃതി മണ്ഡപം ഡൽഹിയിൽ വരികയാണ്. അപ്പോൾ ചക്കയ്ക്ക് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞതുപോലെ, വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറഞ്ഞ പോലെ സുകുമാരൻ നായർ കളിച്ച് അവസാനം ഡൽഹിയിൽ മനോഹരമായ ഒരു സ്മൃതി മണ്ഡപം വരുന്നു. ഇനി ഇതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നതും കേന്ദ്ര നേതാക്കളും ആനന്ദബോസും ഒക്കെയാണ്. അവിടെ സുകുമാരൻ നായരെ കച്ചി തൊടിയിച്ചിട്ടില്ല. ഇനി ഉദ്ഘാടനത്തിന് സുകുമാരൻ നായരെ വിളിക്കുമോ എന്നറിയില്ല. വിളിച്ചാൽ സുകുമാരൻ നായർ പോകുമോ എന്നുള്ളതും അറിയില്ല. വിളിക്കാനും സാധ്യതയില്ല, വിളിക്കാനൊട്ട് പോകാനും സാധ്യതയില്ല എന്നുള്ളതാണ് ഒരവസ്ഥ. എന്തായാലും ഡൽഹിയിൽ NSSൻ്റെ ഒരു മനോഹരമായ ക്യാമ്പസ് വരുന്നു. അതിന് കാരണഭൂതനായത് സി വി ആനന്ദബോസാണ്. ശരിക്കും കാരണഭൂതനായത് സുകുമാരൻ നായരാണ്. സുകുമാരൻ നായർ അവിടെ വരുന്ന എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാവരുടെയും പൊതുസ്വത്താണ് ഈ മന്നത്ത് ആചാര്യൻ എന്നുള്ള രീതിയിലൊന്ന് പരിഗണിക്കുകയും ചെയ്ത്, പ്രത്യേകിച്ച് ഗവർണർ വരുമ്പോൾ ഗവർണറെ ഒന്ന് പരിഗണിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, മലയാളി ഗവർണറാണ്, ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഡൽഹിയിൽ NSS ആസ്ഥാനമോ NSSന് ഇങ്ങനെ ഒരു ചെറിയ ഓഫീസുണ്ട് അവർക്ക്, അല്ലാതെ ഇങ്ങനെ ഒരു സംവിധാനമോ ഡൽഹിയിൽ വരില്ലായിരുന്നു. ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്മൃതി മണ്ഡപവും ഹാളും പരിപാടികളും എല്ലാം ഡൽഹിയിൽ വരുന്നു എന്നാണ് കേൾക്കുന്നത്. തീർച്ചയായിട്ടും അതിന് 6 മാസത്തിനകത്ത് ഇപ്പോൾ കൺസ്ട്രക്ഷനൊക്കെ നന്നായി നടക്കുന്ന സ്ഥലമാണ് ഡൽഹിയൊക്കെ. നമ്മളെപ്പോലെ അത്ര പ്രയാസമുള്ള നാടല്ല. മണലിനായാലും മറ്റ് സംവിധാനങ്ങൾക്കായാലും മെറ്റീരിയലിനായാലും അത്ര പ്രശ്നമുള്ള നാടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് 6 മാസത്തിനകത്ത് സ്മൃതി മണ്ഡപം തീരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. സുകുമാരൻ നായർ ഇനി എന്ത് ചെയ്യും എന്ന് മാത്രമാണ് നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. എന്ത് ചെയ്താലും കുഴപ്പമില്ല. മന്നത്താചാര്യൻ ശ്രീനാരായണ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ആളല്ലല്ലോ, നമ്മുടെ ആരുടെ പിന്നെ സുകുമാരൻ നായരുടെ ബന്ധുവല്ലല്ലോ. അത് നായർ സർവീസ് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ നായന്മാർക്കായിട്ടുള്ള അവർക്കും പിന്നെ പൊതുസമൂഹത്തിനും എല്ലാവർക്കും ഹിന്ദു സമൂഹത്തിനുമൊക്കെ ആചാര്യനായിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വരുന്നു എന്ന് കേൾക്കുന്നത് സന്തോഷം. പക്ഷേ ഇങ്ങനെ വിവാദങ്ങളിൽ പെട്ടത് വരണ്ടായിരുന്നു. അല്ലാതെ സുകുമാരൻ നായർ കൂടി മുൻകൈയെടുത്ത് ഡൽഹിയിൽ ഒരു ആസ്ഥാനം ചെയ്തിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു. ഇപ്പോൾ എന്തായാലും കേരളത്തിലെ സ്മൃതി മണ്ഡപത്തിൽ പോയി പുഷ്പാർച്ചന നടത്താൻ കഴിയാത്തവർ നേരെ ഡൽഹിക്ക് വിട്ടോളുക. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ആ സ്മൃതി മണ്ഡപത്തിൽ പോകാം, നിങ്ങൾക്ക് പുഷ്പാർച്ചന നടത്താം. വലിയ പരിപാടിയായിരിക്കും. ഒരുപക്ഷെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കുമോ ഇനി അത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സ്മൃതി മണ്ഡപം, അത് നമുക്കറിയില്ല.
അതിന് വരുമ്പോഴറിയാം. കാരണം സി വി ആനന്ദബോസാണ് അതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ബി ജെ പിയുമായി നല്ല ടൈപ്പ്, കേന്ദ്രവുമായി നല്ല ടൈപ്പിലുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം അത് ചെയ്തെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹമാണ് മുന്നിൽ നിന്ന് ഇത് ചെയ്യുന്നത്. മോറൽ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ബംഗാൾ ഗവർണറായിട്ടുള്ള ഡോക്ടർ സി വി ആനന്ദബോസ് അവർകളാണ്. ഇത് വളരെ രസകരമാണ്. എന്തായാലും സുകുമാരൻ നായരുടെ ചെകിട്ടത്തേക്കുള്ള ഒരു അടി കൊടുത്തതുപോലെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കളിയാക്കുന്നത് പോലെയാണ്. അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ, അദ്ദേഹത്തോട് ചോദിക്കാതെ സ്മൃതി മണ്ഡപം കെട്ടുന്നത്. കെട്ടരുതെന്ന് പറയാൻ കഴിയില്ല. കാര്യം മന്നത്താചാര്യൻ്റെ സ്മൃതി മണ്ഡപം മറ്റൊരു സ്റ്റേറ്റിൽ, മറ്റൊരു സ്ഥലത്ത്, രാജ്യതലസ്ഥാനത്ത് കെട്ടരുത് എന്ന് പറയാൻ സുകുമാരൻ നായർക്ക് കഴിയത്തില്ല. കാരണം NSSൻ്റെ ഒരു ഉപസമിതി എന്നുള്ള നിലയിലായിരിക്കത്തില്ല അത് കെട്ടുന്നത്. ഇനി അങ്ങനെ ഉണ്ടോ, ഇനി ഇദ്ദേഹം കേസിന് പോകുമോ എന്നൊന്നും അറിയത്തില്ല. കോടതി പോകുമോ, സുകുമാരൻ നായർ ചെയ്യരുത്, ഞങ്ങളുടെ അനുവാദമില്ലാതെ ഡയറക്ടർ ബോർഡ് ചെയ്യും, നിങ്ങൾ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് വരുമോ നമുക്കറിയില്ല. അതൊക്കെ വരുന്ന ദിവസങ്ങളിലാണ്. എന്തായാലും മനോഹരമായൊരു തീരുമാനം ഡൽഹിയിൽ എടുത്തിരിക്കുന്നു. NSSന് ഡൽഹിയിൽ ആസ്ഥാന മന്ദിരം വരുന്നു എന്നുള്ളത് ഗൗരവതരമായൊരു വിഷയമാണ്. അവിടെ സി വി ആനന്ദബോസിനുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ്, അദ്ദേഹത്തിനുണ്ടായ ഒരു ദുരനുഭവത്തിൽ നിന്നാണ് ഈ വിഷയം കയറി വന്നിരിക്കുന്നത്. അദ്ദേഹം ഗവർണറാവുന്നതുമായി ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ ഗവർണറായ ശേഷം, ആ ഡേറ്റ് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, അദ്ദേഹം പെരുന്നയിൽ ചെല്ലുകയും പെരുന്നയിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിടുകയും അവിടെ നിന്ന് കയറ്റാതിരിക്കുകയും ചെയ്തുവെന്നും, പക്ഷേ അങ്ങനെ ചെയ്യുന്ന സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം CP രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ഇതുപോലെ ചങ്ങനാശ്ശേരി SB കോളേജിലേക്ക് ഒരു പരിപാടിയിൽ വരാനായിട്ട് വരുന്ന ദിവസം 2 മണിക്ക് ഇവിടെ പെരുന്നയിൽ വന്ന് പുഷ്പാർച്ചന നടത്തണം എന്നൊരാഗ്രഹം NSSകാരെ അറിയിച്ചു. അവിടെ പെരുന്നയിൽ അറിയിച്ചിട്ട് അത് നിഷേധിച്ചു. ഒരു കാരണവശാലും വരേണ്ട കാര്യമില്ല, കാരണം ഇവിടെ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് RSSകാരനായ CP രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് വന്നാൽ അത് BJPക്ക് ഗുണം ചെയ്യുമോ, അങ്ങനെയാണെങ്കിൽ പിണറായി കണ്ണൂരിട്ടും പിണറായി പ്രശ്നമാക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിണറായിയുമായിട്ട് നല്ലൊരു ടേംസിലാണ് എത്തി നിൽക്കുന്നത്. അത് SNDPയുടെ വെള്ളാപ്പള്ളി ആയാലും സുകുമാരൻ നായരായാലും പിണറായിയുമായിട്ട് നല്ലൊരു റാപ്പോൾ നിൽക്കുകയാണ്. അത് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇനി അതിനെ നശിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വൈസ് പ്രസിഡൻറ്റും ഇവിടെ വരേണ്ട കാര്യമില്ല എന്ന് വളരെ കൃത്യമായി സുകുമാരൻ നായർ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ കേരള സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണെന്നുള്ളൊരു മെസ്സേജാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് അത് കൃത്യമായി കോടതിയിൽ പറയാം, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, ആചാരം ലംഘിക്കേണ്ട, അവിടെ സ്ത്രീകളൊന്നും കയറണ്ട എന്നൊരു സ്റ്റാൻഡിലേക്കാണ് നമ്മുടെ ദേവസ്വം ബോർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ, വളരെ കൃത്യമായി കൂട്ടി വായിക്കുമ്പോൾ, NSSൻ്റെ സുകുമാരൻ നായർക്ക് പിണറായി വിജയനെ എങ്ങനെ എതിർക്കാൻ പെട്ടെന്ന് പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയനോടൊരു മമത, ഒരു സ്നേഹം, യഥാർത്ഥ സ്നേഹ കാരണം എന്താണെന്ന് നമുക്കറിയത്തില്ല, മമതയുടെ കാര്യം നമുക്കറിയത്തില്ല. അത് മറ്റെന്തെങ്കിലും ഇടപാടുകളോ പരിപാടികളോ കേസോ വഴക്കോ കോടതിയോ CBIയോ വിജിലൻസോ അത് നമുക്കറിയത്തില്ല. പക്ഷേ എന്തായാലും ഡയറക്റ്റായിട്ട് സുകുമാരൻ നായർ പിണറായിയെ സപ്പോർട്ട് ചെയ്യുന്നു. ആ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ആയിരിക്കാം CP രാധാകൃഷ്ണനെയും ആനന്ദബോസിനെയും സുരേഷ് ഗോപി അടക്കം ഉള്ള ആളുകളെ അവിടെ കയറ്റാത്തത്. എന്തായാലും മനോഹരമായിരിക്കുന്നു. ഡൽഹിയിൽ NSSൻ്റെ ആസ്ഥാന മന്ദിരം വരുമ്പോൾ അവിടെ എല്ലാവർക്കും ചറപറ കയറി ഇറങ്ങാം. പബ്ലിക്കിനും കൂടി ചിലപ്പോൾ തുറന്നു കൊടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു.